കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ ഇടപെടലിനെ തുടർന്നുണ്ടായിട്ടുള്ള ചില പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി നമുക്ക് വിലയിരുത്താം. മർക്കസ് ഈ കാര്യത്തിൽ മർക്കസിനകത്തും ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോഴിക്കോട് മർക്കസ് നിന്ന് കാന്തപുരത്തിന്റെ ഇടപെടൽ ഏത് തരത്തിലാണ് ഇപ്പോൾ ഫലമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ വിവരങ്ങൾ പരിശോധിക്കാൻ നമുക്ക് ഷഹദ് റഹ്മാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ഷഹദ്, വളരെ പ്രതീക്ഷകളോടുകൂടി വളരെ വലിയ ആകാംക്ഷയോട് കൂടിയാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇപ്പോൾ നടക്കുന്ന ചർച്ചകളടക്കമുള്ള അനൗപചാരിക നീക്കങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധയൂന്നുന്നത്. അവിടെ മർക്കസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നുണ്ടായിട്ടുള്ള നീക്കങ്ങൾ, അതിന്റെ പുരോഗതിയാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. മർക്കസിൽ ഇപ്പോഴും യോഗം നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എത്രത്തോളം ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്രത്തോളം ആശാവഹമാണ് ഈ ഇടപെടലുകൾ? GK അല്പം മുമ്പ് ബൽറാം സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് പല തരത്തിലുള്ള ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ വിഷയം വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിവരങ്ങൾ യാതൊരു കാരണവശാലും പുറത്തു വിടരുത് എന്ന ഒരു ദൃഢനിശ്ചയം സംസ്ഥയുടെ ഭാഗത്ത്, അതായത് കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഇതിന്റെ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളതാണ്. ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അവിടെയുള്ള സൂഫി പണ്ഡിതരുമായിട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. ഈ സൂഫി പണ്ഡിതരാണ് അവിടുത്തെ കുടുംബവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇന്നലെ കാന്തപുരം പറഞ്ഞ പ്രസ്താവന, ആ പ്രസ്താവനയിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇന്നും ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതായത് ഇസ്ലാം എന്ന് പറയുന്ന മതം, ആ മതം ഒരിക്കലും ഇത്തരത്തിൽ വീണ്ടും ആക്രമിക്കാനോ അല്ലെങ്കിൽ ഒരാളെ കൊല്ലാനോ ഒന്നുമല്ല പറയുന്നത്, മറിച്ച് ഇത്തരത്തിൽ പശ്ചാത്തപിക്കാനൊക്കെയുള്ള ഒരു അവസരം നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിൽ പശ്ചാത്തപിക്കുകയാണ് വേണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരു അവസരം കൂടി നൽകുകയാണ് വേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവിടെയുള്ള മതപണ്ഡിതരുമായിട്ട് ഈ കുടുംബം ചർച്ച നടത്തുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ യമൻ പൗരന്റെ സഹോദരൻ ഇതിന് ഇതുവരെ വഴങ്ങിയിട്ടില്ല എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, മർക്കസിൽ നിന്നുള്ള ഒരു പ്രതിനിധി തന്നെ ഈ യമനിലുണ്ട്. കാരണം ഇവിടെ നിന്ന് അവിടെ പഠിക്കാൻ പോയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വഴിയും ഇത്തരത്തിൽ അവിടെയുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നടത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും ഇതുവരെയുള്ള സമയങ്ങളിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ അവിടെ കാന്തപുരവുമായി അടുത്ത വൃത്തങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുവരെ ഉള്ളത് ഒരു ശുഭസൂചനയാണ്. കാരണം ഇതുവരെ, അതായത് ഇന്നലെ ഈ സംഭവം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കണ്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടല്ലോ. അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ അത് പറഞ്ഞതുപോലെ പല വിവരങ്ങളും പുറത്തേക്ക് വരാറായിട്ടില്ല. മാത്രമല്ല, അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കരുത് എന്നവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇന്ന് നടത്തിയ ചർച്ചയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ഷഹദ്? മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ഈ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിലെ 2 അംഗങ്ങളാണ് പ്രധാനമായിട്ടും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായിട്ട് അത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത്, അതായത് നിലവിൽ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ അത് പ്രോപ്പറാണോ എന്നുള്ളത് വിലയിരുത്തുക എന്നതായിരുന്നു പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അത് കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. കാരണം ആക്ഷൻ കമ്മിറ്റിക്ക് ഇതുവരെ ആ കുടുംബത്തെ നേരിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാനോ സാധിച്ചിട്ടില്ല. കാന്തപുരത്തിന്റെ ഇടപെടലോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ അവരുമായിട്ട് നേരിട്ട് ഒരു സംസാരവും അതുപോലെ തന്നെ നേരിട്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുമുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടായിരുന്നു ഇന്ന് അവരിവിടെ കാന്തപുരത്തെ നേരിൽ കാണുകയും നിലവിലുള്ള അവരുടെ ആശങ്കകളും അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ബ്ലഡ് മണി നൽകണമെങ്കിൽ അത് എത്രയാണെങ്കിലും അത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് അവരിന്ന് കാന്തപുരത്തെ അറിയിക്കുകയായിരുന്നു പ്രധാനമായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഗോപി സൂചിപ്പിച്ചതുപോലെ, അതായത് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് തുറന്നു പറയാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല, കേരളത്തിൽ നടക്കുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെയും നടത്തുന്ന സംസാരങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ, പ്രചരണങ്ങളൊക്കെ തന്നെ നമ്മളെക്കാൾ വേഗത്തിൽ അവരുടെ കുടുംബങ്ങളിൽ കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അത് കൂടുതൽ ആപത്തുണ്ടാക്കും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഈ ഘട്ടത്തിൽ. ഷഹദ് പറഞ്ഞതുപോലെ തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് വളരെ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. മറുഭാഗത്ത് ഇപ്പോൾ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ
ഇത് ബ്ലഡ് മണി വാങ്ങി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ല, ദൈവത്തിൻ്റെ നീതിയാണ് ഇവിടെ നടപ്പാക്കേണ്ടത് എന്ന് BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഏതായാലും സങ്കീർണമായ ഒരു പ്രശ്നമായി തന്നെയാണ് നിമിഷപ്രിയയുടെ മോചനം ഈ ഘട്ടത്തിലും നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ മർക്കസിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതിനെ തുടർന്ന് അവിടെ ഒരു അനൗപചാരികമായ ചർച്ചകൾക്ക് യമനിൽ തുടക്കമിടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ സൂഫി പണ്ഡിതന്മാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ചർച്ച ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. മറ്റ് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ അപ്പുറം നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകാൻ ആരൊക്കെയാണോ കൈകോർക്കേണ്ടത് അവരെല്ലാം കൈകോർത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സമയമാണ്. അതിനു വേണ്ടി ശുഭവാർത്തയ്ക്ക് വേണ്ടി നാട് കാത്തിരിക്കുന്നു, നമ്മൾ കാത്തിരിക്കുന്നു. അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.